റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വാർത്താ അപ്ഡേറ്റിലുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ റേഷൻ കാർഡ് സാധാരണ കാർഡിൽ നിന്ന് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് എന്നറിയാമോ? ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കേരളത്തിൽ റേഷൻ കാർഡ് എന്നത് വെറും അരിയും ഗോതമ്പും വാങ്ങാനുള്ള ഒരു രേഖ മാത്രമല്ല. പല സർക്കാർ ആനുകൂല്യങ്ങളിലേക്കും അർഹത നിർണ്ണയിക്കുന്ന പ്രധാന രേഖകളിൽ ഒന്നാണ് റേഷൻ കാർഡ്. അടുത്തിടെ കേരളത്തിൽ 73,000-ലധികം പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയതായി പ്രയോറിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്ക് എന്താണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് അറിയുന്നത് വളരെ പ്രധാനമാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചു എന്നതുകൊണ്ട് എല്ലാവർക്കും ഒരേ അളവിലുള്ള റേഷൻ സാധനങ്ങൾ ലഭിക്കണമെന്നില്ല എന്നതാണ്. കാർഡിൻ്റെ വിഭാഗം, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, സർക്കാർ നിശ്ചയിക്കുന്ന നിലവിലെ വിതരണ മാനദണ്ഡങ്ങൾ എന്നിവ അനുസരിച്ചാണ് ആനുകൂല്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രധാനമായ മാറ്റം സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണ്. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡപ്രകാരം കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. അതായത് സാധാരണ വിപണി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുടുംബത്തിൻ്റെ ഭക്ഷണച്ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇവിടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. റേഷൻ കാർഡിൻ്റെ കാറ്റഗറി മാറുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ മാത്രം പ്രാധാന്യമുള്ള കാര്യമല്ല. പല സർക്കാർ ക്ഷേമ പദ്ധതികളിലും വിവിധ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും റേഷൻ കാർഡിൻ്റെ വിഭാഗവും പരിഗണിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം പ്രയോറിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള മറ്റ് സർക്കാർ പദ്ധതികളും പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, വിവിധ ക്ഷേമ പദ്ധതികൾ, ചില സർക്കാർ സഹായങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കുമ്പോൾ റേഷൻ കാർഡിലെ വിവരങ്ങൾ പ്രധാനപ്പെട്ട രേഖയായി ആവശ്യപ്പെടാം. ഇനി മറ്റൊരു പ്രധാന കാര്യം, പുതിയ റേഷൻ കാർഡ് ലഭിച്ച ശേഷം കാർഡിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണം. കുടുംബത്തിലെ അംഗങ്ങളുടെ പേര്, വയസ്സ്, വിലാസം തുടങ്ങിയ വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ പിന്നീട് പല സർക്കാർ സേവനങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ അംഗങ്ങളുടെ വിവരങ്ങളിൽ മാറ്റമുണ്ടായാൽ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രധാനമാണ്. ഇനി ചോദ്യം, നിങ്ങളുടെ കാർഡ് പ്രയോറിറ്റി കാറ്റഗറിയിൽ ആണോ എന്ന് എങ്ങനെ അറിയാം? കേരളത്തിലെ ഔദ്യോഗിക റേഷൻ സംവിധാനങ്ങളിലൂടെ നിങ്ങളുടെ കാർഡ് വിവരങ്ങളും ബന്ധപ്പെട്ട സേവനങ്ങളും പരിശോധിക്കാൻ സാധിക്കും. ഓൺലൈനായി പരിശോധിക്കുമ്പോൾ വ്യാജ വെബ്സൈറ്റുകളെയോ പരിചയമില്ലാത്ത ലിങ്കുകളെയോ ആശ്രയിക്കരുത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുമ്പോൾ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇനി ഒരു കാര്യം കൂടി, റേഷൻ കാർഡ് പ്രയോറിറ്റി കാറ്റഗറിയിലേക്ക് മാറ്റിയതുകൊണ്ട് എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും സ്വമേധയാ ലഭിക്കണമെന്നില്ല. ഓരോ പദ്ധതിക്കും അതിൻ്റേതായ അർഹതാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. അതിനാൽ പ്രയോറിറ്റി കാർഡ് കിട്ടി ഇനി എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും എന്ന രീതിയിൽ കരുതരുത്. പകരം നിങ്ങളുടെ കുടുംബത്തിന് അർഹതയുള്ള പദ്ധതികൾ ഓരോന്നായി പരിശോധിക്കുകയാണ് ശരിയായ വഴി. അതിനാൽ നിങ്ങൾക്ക് അടുത്തിടെ പുതിയ പ്രയോറിറ്റി റേഷൻ കാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. 1. റേഷൻ കാർഡിലെ എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കുക. 2. നിങ്ങൾക്ക് ലഭിക്കേണ്ട റേഷൻ വിഹിതവും നിരക്കും പരിശോധിക്കുക. 3. നിങ്ങളുടെ പുതിയ കാറ്റഗറി അടിസ്ഥാനമാക്കി ലഭിക്കാൻ സാധ്യതയുള്ള മറ്റ് സർക്കാർ ക്ഷേമ പദ്ധതികൾ പരിശോധിക്കുക. ഒടുവിൽ ഒരു കാര്യം ഓർക്കുക, റേഷൻ കാർഡ് ഒരു ഭക്ഷ്യധാന്യ വിതരണ രേഖ മാത്രമല്ല, അത് പല സർക്കാർ സേവനങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അർഹത തെളിയിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന രേഖ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കാറ്റഗറി എന്താണ്, അതനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് അറിയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ റേഷൻ കാർഡ് പ്രയോറിറ്റി കാറ്റഗറിയിലാണോ? അതിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇത്തരം സർക്കാർ സേവനങ്ങളെയും സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വിവരങ്ങളെയും കുറിച്ചുള്ള വീഡിയോകൾക്കായി ഇൻഫോ മീഡിയ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും പിന്തുടരാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.